അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖുർആൻ ക്ലാസ്സിന് വന്ന ഒരു കിഡ്നി രോഗി. അപ്പോൾ അദ്ദേഹത്തിന് ഡയാലിസിസ് വേണം, 2 ദിവസം കൂടുമ്പോഴൊക്കെ ഡയാലിസിസ് വേണം. അപ്പോൾ എന്നാലും ബുദ്ധിമുട്ടി അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വാഹനത്തിൽ ഓടിച്ചിട്ട് ക്ലാസ്സിന് വരും. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം വിശുദ്ധ ഖുർആൻ ചെറിയൊരു സൂറത്ത് ക്ലാസ് കഴിഞ്ഞപ്പോൾ അയാൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ ക്ലാസ്സൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ ഇത് കിട്ടുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മോനൊന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവന് ഹോസ്റ്റലിലാണ്, അവനിവിടെ ക്ലാസ്സിന് വരാൻ പറ്റില്ല. അപ്പോൾ അവനൊക്കെ ഈ ക്ലാസ് കേൾക്കേണ്ടതുണ്ട് എന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്രക്കിടയിൽ നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിച്ച്, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും നല്ലൊരു ഫ്രൂട്ട് തന്നു, അല്ലെങ്കിൽ നമ്മൾ നല്ല എന്തെങ്കിലുമൊക്കെ അപ്പോൾ നമ്മൾ പൊതുവെ ആഗ്രഹിക്കുക എന്താ വെച്ചാൽ ഇത് നമ്മുടെ മക്കൾക്കും വേണം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഭർത്താവിന് കൊടുക്കണം, നമ്മൾ ആഗ്രഹിക്കൂലേ. അതേപോലൊരു ആഗ്രഹമാണിത്. അതായത് നമ്മൾ നല്ലൊരു ക്ലാസ്സും പ്രസംഗവും കേട്ടപ്പോൾ അതേപോലെ നമ്മുടെ മക്കളും കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ. സത്യത്തിൽ ഈ ആഗ്രഹമാണ് വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനമായ ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെല്ലാം ദീനിൻ്റെ സ്വപ്നങ്ങൾ കാണുന്നുവോ, എന്തെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നു, അതൊക്കെ നമ്മുടെ കൂടെയുള്ള മക്കളും മാതാപിതാക്കളും എല്ലാം ഉൾക്കൊള്ളണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഭൗതികമായി ചിന്തിക്കുമ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ അനുഭവിക്കുന്നതിനപ്പുറത്ത് നമ്മളുടെ മക്കളും കുടുംബങ്ങളൊക്കെ അനുഭവിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. ഇപ്പോൾ കുടുംബനാഥന്മാരായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് എവിടെയാണ് ഇവർക്കൊരു വിശ്രമിക്കാൻ സമയം? പ്രത്യേകിച്ച് ഈ ബിസിനസ്സുകാരോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അവർ ഫുൾ ടൈം ആണല്ലോ. ഒരു ഞായറാഴ്ച പോലും ഒഴിവില്ലാതെ അവർ അധ്വാനിക്കുകയാണ്. ഈ അധ്വാനിക്കുമ്പോൾ അവരെ വിസ്മരിക്കുകയാണ്. കാരണം വീട്ടിലുള്ളവർ വീട്ടിൽ സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, സമയത്ത് ഉറങ്ങുന്നുണ്ടാവും, അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുന്നുണ്ടാവും. അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇയാൾ എന്ത് ചെയ്യണത്, ഈ അധ്വാനം പരിശ്രമം നടത്തുന്നത്. അപ്പോൾ ദുനിയാവിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ജീവിതത്തിലെ സുഖങ്ങൾ നഷ്ടപ്പെടുത്തി നാം മറ്റുള്ളവർക്ക് സുഖജീവിതം നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പരലോകത്തിൻ്റെ കാര്യത്തിൽ നമ്മുടേത് നഷ്ടപ്പെടുത്തേണ്ട, നമുക്ക് കിട്ടുന്നത് അവർക്കും കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്നേഹബന്ധങ്ങൾ ആത്മാർത്ഥമാണോ, നമ്മൾ പരസ്പരം യഥാർത്ഥത്തിൽ ഉള്ളിൽ തട്ടി സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നതും നമ്മൾ അറിയുന്നതും നമ്മൾ പഠിക്കുന്നതുമെല്ലാം നമ്മുടെ കുടുംബങ്ങളും ബന്ധുക്കളും മക്കളും ഭാര്യമാരും ഒക്കെ എന്ത് ചെയ്യണം, കേൾക്കണം, പഠിക്കണം എന്ന ഒരു വലിയ ആഗ്രഹം നമുക്കുണ്ടാവേണ്ടതുണ്ടെന്നാണ്. ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവർക്ക് അവസരം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ അവരെ ജുമാക്ക് കൂട്ടി പള്ളിയിലേക്ക് നമ്മൾ പോകണം. നമ്മൾ വരുന്ന ഖുർആൻ ക്ലാസ്സിലേക്ക് നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടുപോകണം. അതേപോലെ നമ്മൾ നിസ്കരിക്കുമ്പോൾ കൂടെ നമസ്കരിപ്പിക്കണം. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെ പള്ളിയിലേക്ക് കൂട്ടണം. ഇതൊക്കെയാണ്. ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ, പലപ്പോഴും നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ നോക്കിയാൽ നമ്മൾ അവർക്ക് മക്കളുണ്ടെന്ന് പോലും നമുക്കറിയില്ല. കാരണം ഒരു യാദൃച്ഛികമായി പോലും നമ്മൾ അവരെ മക്കളെയും അവർ ഒന്നിച്ച് പള്ളി കണ്ടിട്ടില്ല. അപ്പോൾ അവർ പള്ളിയിൽ വരും, നിസ്കരിക്കും, പോവും. മക്കൾ അവരുടെ ലോകത്ത് ജീവിക്കും. സ്വന്തം മക്കളെ ഒരു പ്രാവശ്യം നമ്മളോടൊപ്പം പള്ളിയിൽ പോലും കൊണ്ടുവരാത്ത രക്ഷിതാക്കൾ എന്തുമാത്രം നിരുത്തരവാദപരമായിട്ടാണ് അവർ പെരുമാറുന്നത് ആലോചിച്ചു നിങ്ങൾ. നമ്മൾ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ, ഇവരെവിടെയെങ്കിലും കിടക്കട്ടെ എന്നാണോ? അതോ നമുക്കെന്നത് ബോധ്യല്ലേ, നമ്മൾ നാട്ടുകാർക്കും വേണ്ടിയിട്ടാണോ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ വന്ന സുഹൃത്തിന് ഇതൊരു ആത്മാർത്ഥമായ ആഗ്രഹമാണ്, ഈ കേട്ട ക്ലാസ് എൻ്റെ മോനും കേൾക്കണം. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ഖുത്ബകളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും നമ്മൾ കേൾക്കുന്ന നന്മകളുമെല്ലാം നമ്മുടെ മക്കളും കുട്ടികളുമെല്ലാം കേൾക്കണം, അവരും ഇതുപോലെ ആയിത്തീരണം എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ.